ഞാൻ എൻ്റെ സുഹൃത്താണ് MLA VK പ്രശാന്ത്, എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്, ഞാൻ പറഞ്ഞ കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം അത് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. ഇല്ല, പ്രശാന്തിൻ്റെ റൂം കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അതിപ്പോൾ ഉടനെ വേണ്ട എന്നും പറഞ്ഞത്. അതിപ്പോൾ ഉടനെ വേണ്ട, അതൊന്ന് ആലോചിച്ചിട്ട് സമയമായിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ, എൻ്റെ ഒരു അനുജനെ പോലെ സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടാണ് ഫോൺ മാഡം വെച്ചത്. പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടുന്ന രീതിയിലാണ് മാഡം സംസാരിച്ചത്. പക്ഷേ അത് ഇത്തരത്തിൽ നെഗറ്റീവ് ആവാൻ മാത്രമല്ല, അന്ന് രാത്രി തന്നെ വലിയ വാർത്തയായി. ഞാൻ വരുന്നതിന് മുമ്പുള്ള കൗൺസിലർ ഓഫീസ് ഇപ്പോൾ MLA ഇരിക്കുന്ന ഓഫീസായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നഗരസഭ നൽകിയ അലമാരയും റാക്കൊക്കെ ഇവിടെ വയ്ക്കാൻ നോക്കുമ്പോൾ അതിന് സ്ഥലമില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ബാത്റൂമിൽ വെച്ചാണ് 4 കസേര ഇടാനുള്ള സൗകര്യം ഒരുക്കിയത്. ഇതൊന്നും പർപ്പസായിട്ട് എടുത്ത് വെച്ചതല്ല, ബാത്റൂമിനകത്ത് ഇന്നലെ എടുത്ത് വെച്ചതല്ല. അപ്പോൾ മാഡത്തിന് ഇവിടെ ഇരുന്ന് ആൾക്കാരുമായിട്ട് സംവദിക്കണം, ആൾക്കാരുടെ പരാതികൾ കേൾക്കണം, ആൾക്കാരുടെ അപേക്ഷ സ്വീകരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഡം ഫുൾ ടൈം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് മുൻപിലാണ്. ഇന്നലെ അടക്കം വലിയ രീതിയിൽ ചർച്ചയായൊരു ഓഫീസാണ് ഈ ഒരു ഓഫീസ്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA ഓഫീസ് ഒഴിയണം എന്ന് ശാസ്തമംഗലം വാർഡ് കൗൺസിലറായ R ശ്രീലേഖ ആവശ്യപ്പെട്ടത്. എന്തായാലും ഞാൻ ആ ബിൽഡിങ്ങിന് തൊട്ട് മുൻപിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു കെട്ടിടത്തിന് മുൻപിലുള്ള ബോർഡ് വായിച്ചാൽ മനസ്സിലാകും. താഴത്തെ നില ശാസ്തമംഗലം വാർഡ് കമ്മിറ്റി ഓഫീസ്, ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസ്, ഗ്രൗണ്ട് ഫ്ലോറിൽ ശാസ്തമംഗലം വാർഡ് കമ്മിറ്റി ഓഫീസ്, ശാസ്തമംഗലം കൗൺസിലേഴ്സ് ഓഫീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 3-ാം നിലയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ്, ഫസ്റ്റ് ഫ്ലോർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ്, 2-ാം നില കോൺഫറൻസ് ഹാൾ എന്നിങ്ങനെയാണ് ഈ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ് വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിൻ്റെ ഓഫീസ്. എന്തായാലും ഈ ഒരു ഓഫീസിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നലെ കൗൺസിലറായ R ശ്രീലേഖ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു MLA ഓഫീസ് മുറി ഒഴിയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. അത്തരത്തിലൊരു ആവശ്യം എന്തുകൊണ്ടാണ് ഉന്നയിച്ചത്, അതിൻ്റെ സാഹചര്യം എന്താണ് എന്നെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അഡ്വക്കേറ്റ് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കടക്കുന്ന വഴിയാണിത്. ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് MLAയുടെ ഓഫീസ്. ഇവിടെയാണ് MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്കാണ് കടക്കുവാൻ സാധിക്കുക. ഇതിന് തൊട്ട് അടുത്ത് തന്നെയാണ് കൗൺസിലറുടെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കടക്കുന്നത്. ഇവിടെയാണ് കൗൺസിലർ, അതായത് മുൻപ് കൗൺസിലറായിരുന്ന മധുസൂദൻ നായരുടെ ഉൾപ്പെടെ ബോർഡ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഞാൻ ഈ കടന്ന് വന്നിരിക്കുന്നതാണ് കൗൺസിലറുടെ ഓഫീസ്. എന്തായാലും ഇതാണ് ഒരു കൗൺസിലർ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഒരു ഓഫീസെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുൻ കൗൺസിലറായ ശ്രീ മധുസൂദനൻ നായർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സത്യത്തിൽ എനിക്കൊരു ചോദ്യം ആദ്യമായി ചോദിക്കാനുള്ളത്, താങ്കൾ വാർഡ് കൗൺസിലറായിരുന്ന സമയത്ത് ഈ ഒരു ഓഫീസിൽ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ? ഞാൻ ഇരുന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, ഇരുന്നിട്ടുണ്ട്. തുടക്കം 2020 ഞാൻ കൗൺസിലറായത്, ഡിസംബർ മാസം. അപ്പോൾ 2020 കൗൺസിലറായപ്പോൾ സാധാരണ ഒരു ഓഫീസ് കിട്ടുക എന്ന് വെച്ചാൽ വളരെ സന്തോഷമാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ കൗൺസിലർ ഓഫീസ് ഉണ്ടെന്ന് അറിഞ്ഞു. യഥാർത്ഥ കൗൺസിലർ ഓഫീസ് ഞാൻ വരുന്നതിന് മുമ്പുള്ള കൗൺസിലർ ഓഫീസ് ഇപ്പോൾ MLA ഇരിക്കുന്ന ഓഫീസായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നഗരസഭ അന്ന് VK പ്രശാന്ത് അവർ MLA ആയപ്പോൾ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയാണ് ആ റൂം. അങ്ങനെ വന്നപ്പോൾ ഇത് അക്ഷയ കേന്ദ്രത്തിനുള്ള റൂമാണ്, അക്ഷയ കേന്ദ്രത്തിന് അനുവദിച്ച റൂമെന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഇവിടെ എനിക്ക് ഓഫീസ് കിട്ടി ഇരുന്ന അവസരത്തിൽ എനിക്ക് മനസ്സിലായി ഇവിടെ സ്ഥലപരിമിതിയുണ്ട്. നഗരസഭ നൽകിയ അലമാരയും റാക്കൊക്കെ ഇവിടെ വയ്ക്കാൻ നോക്കുമ്പോൾ അതിന് സ്ഥലമില്ല. അന്ന് എനിക്ക് കസേര ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ബാത്റൂമിൽ വെച്ചാണ് 4 കസേര ഇടാനുള്ള സൗകര്യം ഒരുക്കിയത്. അതും വളരെ അസൗകര്യപ്രദമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ ആൾക്കാർക്ക് വന്നാലും പരസ്പരം സംസാരിക്കാനോ ഒക്കെയുള്ള വിഷമതകൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനം പുറത്തോട്ടാക്കി. പുറത്തുനിന്ന് വെച്ചാൽ എൻ്റെ വാഹനത്തിൽ തന്നെ ഓഫീസാക്കി, എൻ്റെ ആക്റ്റീവ വാഹനം തന്നെ ഓഫീസാക്കി ഞാനങ്ങനെ പ്രവർത്തിച്ചത്.
ഇവിടുത്തെ അസൗകര്യം പ്രധാന ഘടകം തന്നെയായിരുന്നു, അതിനകത്ത് ഒരു സംശയമില്ല. കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ, ഇതൊന്നും പർപ്പസായിട്ട് എടുത്ത് വെച്ചതല്ല, ബാത്റൂമിനകത്ത് ഇന്നലെ എടുത്ത് വെച്ചതല്ല, ഇത് 5 വർഷത്തിന് മുമ്പ് എടുത്ത് വെച്ചാൽ ഞാൻ കൗൺസിലറായ അവസരത്തിൽ തന്നെയാണ് എടുത്ത് വെച്ചത്. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സാധനങ്ങൾ കിട്ടിയത്, എടുത്ത് അവിടെ വെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതിനകത്താണ് ഫയലുകളെല്ലാം വെക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചു, എന്നെ കാണാൻ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഞാൻ ഫയലെടുക്കാനോ അല്ലെങ്കിൽ അപേക്ഷ എടുക്കാനോ ബാത്റൂം തുറന്ന് അകത്ത് കിടന്ന കാഴ്ച കണ്ട് ആരെങ്കിലും എടുത്ത് വീഡിയോ ക്ലിപ്പിങ്ങോ എടുത്ത് പത്രത്തിലോ മാധ്യമങ്ങളിലോ കൊടുത്തു കഴിഞ്ഞാൽ അത് നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാകും എന്നുള്ള സദുദ്ദേശം കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുക. അതും കൂടെ ഉണ്ട് അതിനകത്ത്. അത് നഗരസഭയ്ക്കാണ് നാണക്കേട്, കൗൺസിലറിന് മഹസൂർ നായർക്കല്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന മാഡത്തിനും അല്ല. അത് ആ നാണക്കേട് ഉണ്ടാകരുത്, നഗരസഭയ്ക്ക് ഉണ്ടാകരുതെന്നുള്ള ആ ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഓഫീസ് എൻ്റെ സ്കൂട്ടറിലേക്ക് മാറ്റി. ഞാൻ എൻ്റെ പ്രവർത്തനം അത് കഴിഞ്ഞുള്ള 4-4.5 വർഷക്കാലം സ്കൂട്ടർ തന്നെയായിരുന്നു എൻ്റെ പ്രവർത്തനം. സ്കൂട്ടർ തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്, അപേക്ഷയുണ്ട്, ഫോമുണ്ട്, ലെറ്റർ പാഡുണ്ട്, സീലുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെയുള്ള സാധനം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ശ്രീലേഖ മാഡം കൗൺസിലറായി വന്നപ്പോഴും മാഡത്തിന് എന്നെപ്പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ. മാഡത്തിനൊരു ഓഫീസ് വേണം, അത്യാവശ്യം. ഒരു കൗൺസിലറെ സംബന്ധിച്ച് ഓഫീസ് അത്യാവശ്യമാണ്. മാഡം ഇതുമായി ബന്ധപ്പെട്ട് താങ്കളെ വിളിച്ചിരുന്നോ ഇന്നലെ? ഞാൻ അത് മെനഞ്ഞാന്ന് മാഡത്തിന് ഓഫീസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ പാർട്ടിയുടെ വ്യക്തിയാണ്, എൻ്റെ സുഹൃത്തും കൂടെയാണ് വരില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ച മാഡത്തിന് ഓഫീസ് വേണം. ഓഫീസ് ഇവിടെ ഇരുന്ന് മാഡം താമസിക്കുന്ന നമ്മുടെ വെളുതക്കാടാണ്. അപ്പോൾ മാഡത്തിന് ഇവിടെ ഇരുന്ന് ആൾക്കാരുമായിട്ട് സംവദിക്കണം, ആൾക്കാരുടെ പരാതികൾ കേൾക്കണം, ആൾക്കാരുടെ അപേക്ഷ സ്വീകരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഡം ഫുൾ ടൈം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ മാഡത്തിന് നമ്മളെല്ലാം സൂചിപ്പിച്ചു, മാഡം റൂമിന് ചെറിയൊരു അസൗകര്യമുണ്ട്, അതുകൊണ്ട് അതൊന്ന് കുറച്ചും കൂടെ സൗകര്യപ്രദമായി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞാൽ മെനിഞ്ഞാന്ന് രാവിലെ മാഡത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 10-10:30 മണിയോട് മാഡത്തിൻ്റെ വീട്ടിലോട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ മാഡം ഉണ്ടായി, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. മാഡത്തിനോട് ഞാൻ പറഞ്ഞു മാഡം, അപ്പോൾ മാഡം ചോദിച്ചു നമുക്ക് റൂമെല്ലാം ഒന്ന് തുടങ്ങണ്ടേ. അപ്പോൾ ഞാൻ മാഡം ഇത്ര അസൗകര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ അറിയാമല്ലോ മാഡത്തിന്. അത് ശരിയാണ് മധു. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്താണ് MLA VK പ്രശാന്ത്, എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്, ഞാൻ കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം അത് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെയും മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെയും മുമ്പ് വെച്ചാണ് മാഡം വിളിക്കുന്നത്. പ്രശാന്തിനെ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തില്ല. 2 ദിവസത്തിന് മുമ്പ് മാഡം വിളിച്ചിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോഴാണ് മാഡം പറഞ്ഞു, ഹലോ പ്രശാന്ത്, ഞാൻ ശ്രീലേഖയാണ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും വാർഡിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാം നമ്മൾ സഹായിക്കണം, ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മകൻ്റെ കല്യാണത്തിൽ പ്രശാന്ത് ഉടനീളം ഉണ്ടായിരുന്നു. അതെനിക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് ആ ഒരു സന്തോഷവും സ്നേഹവും എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഓഫീസ് ഇങ്ങോട്ട് എനിക്ക് മാറിയാൽ കൊള്ളാം, മാറണം താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ റൂമിൻ്റെ സൗകര്യം വളരെ പരിമിതമാണ്. അതുകൊണ്ട് പ്രശാന്തിൻ്റെ റൂം കൂടെ കിട്ടിയാൽ കൊള്ളാം, ആ വാക്കാണ് പറഞ്ഞത്. കൊള്ളാമെന്ന വാക്ക്, മാറണമെന്നേ പറഞ്ഞില്ല. പ്രശാന്തിൻ്റെ റൂം കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഉടനെ വേണ്ട എന്നും പറഞ്ഞത്, അതിപ്പോൾ ഉടനെ വേണ്ട, അതൊന്ന് ആലോചിച്ചിട്ട് സമയമായിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ, എൻ്റെ ഒരു അനുജനെ പോലെ സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടാണ് ഫോൺ മാഡം വെച്ചത്. ഇതാണ് അവിടെ നടന്ന സംഭവം. അതിനകത്ത് മാഡം ഒഴിയണമെന്നോ ഒഴിപ്പിക്കുമെന്നോ വാക്ക് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ രീതിയിലേക്ക് മാറിയത് എന്നാണ് താങ്കൾ? MLA VK പ്രശാന്തിനെ അറിയാവൂ, അതാണ് നമുക്കറിയില്ല. നമ്മൾ ഫോൺ കോൾ റെക്കോർഡ് ഞാൻ ഇല്ല മാഡം ചെയ്തത്. മാഡം പറഞ്ഞു എനിക്ക് മാഡത്തിന് ആ സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞു. മാഡം റെക്കോർഡ് ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ മാഡം വളരെ സൗമ്യമായിട്ട് ഒരു സഹോദരനെ പോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടുന്ന രീതിയിലാണ് മാഡം സംസാരിച്ചത്. പക്ഷേ അത് ഇത്തരത്തിൽ നെഗറ്റീവ് ആവാൻ മാത്രമല്ല, അന്ന് രാത്രി തന്നെ വലിയ വാർത്തയായി. നമ്മളതിന് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർ, ഇങ്ങനെ വലിയൊരു വിവാദമാക്കി മാറുമെന്നുള്ള കാര്യത്തിൽ ആരും പ്രതീക്ഷ ഉണ്ടായില്ല. എന്തായാലും മാഡത്തിനൊരു ഓഫീസ് വേണമല്ലോ. അത് നഗരസഭയുടെ ബിൽഡിങ്ങാണ്. MLAക്ക് ഓഫീസ് വേണ്ടെന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമില്ല. MLAക്ക് ഓഫീസ് സൗകര്യപ്രദമായ ഓഫീസ് വേണം. പക്ഷേ ഇതിന് കൗൺസിലർക്കും ഒരു ഓഫീസ് വേണം. കൗൺസിലർ കാണാനും നിരവധി ആൾക്കാർ വരും. അപ്പോൾ അത് മാത്രമല്ല, ഇനിയും മാഡം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മാഡത്തെ DGP ആയിട്ട് ഇരുന്ന ഒരു മാഡമാണ്. മാഡത്തെ കാണാൻ വേറെ ആൾക്കാർ പുറത്തുനിന്ന് വരാം. അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഈ മുറി തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരിക്കും. ബാത്റൂമിനകത്താണ് അലമാരക്ക്. അപ്പോൾ അത് ഷെയ്മാർക്കാണ്. അവിടെയും വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കണക്കാക്കിയാണ് മാഡം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ഇത് മാത്രമല്ല, അതിൻ്റെ വഴികൾ തന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ എൻട്രൻസ് തന്നെ കണ്ടില്ലേ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്നലെ 10:30 മണി വരെ ചാനലുകാർക്കോ മാധ്യമക്കാർക്കോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എങ്കിൽ ഈ വാർത്ത ഇത്രയും ഹൈലൈറ്റ് ആദ്യമേ പോകില്ലായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് അവർക്കെല്ലാം മനസ്സിലാക്കിയത് മാഡം പറഞ്ഞത് വാസ്തവമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ സത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാഹചര്യത്തിൽ ഈ MLAയുടെ അലവൻസും മറ്റു കാര്യങ്ങളും നിലവിലിപ്പോൾ ചർച്ചയാണ്. അല്ല, അതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാനില്ല. അതൊക്കെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ.
എന്തായാലും ഇതാണ് ഈ ഒരു മുറിയുടെ സാഹചര്യം. മുറി എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും മധുചേട്ടൻ ഓഫീസായി കണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു ബാത്റൂമിൻ്റെ സാഹചര്യം നമുക്ക് നോക്കാം. ഇതാണ് ബാത്റൂം. ക്ലോസറ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയാണ് ഒരു അലമാരയും ഉള്ളത്. അതിൽ ഒരുപാട് പേപ്പേഴ്സൊക്കെ ഉണ്ട്. ഈ അലമാര ഉൾപ്പെടെ ഈ ബാത്റൂമിൽ വെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കൗൺസിലർ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു മുറിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതേസമയം ഈ MLAക്ക് ലഭിക്കുന്ന അലവൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ളൊരു ചർച്ചയും നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ ഒരു കൗൺസിലറിൻ്റെ ഈ ഒരു ഓഫീസിൻ്റെ ഒരു സാഹചര്യം, യഥാർത്ഥ സാഹചര്യം ഇതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതേസമയം തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത അവസാനിപ്പിക്കുക. അതിങ്ങനെയാണ്: സഖാവ് VK പ്രശാന്ത് MLAക്ക് രേഖകൾ പ്രകാരം ഒരു മാസം സർക്കാർ നൽകുന്നത് ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 1,10,000 രൂപയാണ്. 70,000 രൂപയാണ് മണ്ഡലം ഓഫീസ് അലവൻസ്, ഫോൺ ഇൻഫർമേഷൻ, ഫിക്സഡ് അലവൻസ് എല്ലാം ചേർത്ത് പ്രതിമാസം ലഭിക്കുന്നത്. ഇതിനൊപ്പം 20,000 രൂപ മിനിമം TA ആയും ലഭിക്കുന്നുണ്ട്. ഒരു MLAക്ക് ഓരോ ദിവസം കണക്കാക്കിയിരിക്കുന്ന DA 1000 രൂപയാണ്. കേരളത്തിന് പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ ഇത് 1200 രൂപയായി കണക്കാക്കും. ഇതാണ് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന MLAമാരുടെ ശമ്പള വിവരം എന്ന് പറയുന്നത്. ഇത് കൂടാതെ 2 സ്റ്റാഫിനെ നിയമിക്കാനും അവർക്ക് ശമ്പളം എഴുതി കൊടുക്കാനും കഴിയും. 10 മുതൽ 20 ലക്ഷം വരെ പലിശയില്ലാതെ നികുതി പണത്തിൽ നിന്നും അഡ്വാൻസ് എടുക്കാം. ഒരു വർഷം 3 ലക്ഷം രൂപ ഇന്ധന അലവൻസ്, അതുകൂടാതെ 15,000 രൂപ പുസ്തകങ്ങൾ വാങ്ങാൻ അലവൻസ്, മുഴുവൻ തുക മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ്, ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ വേറെ. ഇങ്ങനെ എല്ലാ തരത്തിലും നികുതി പണത്തിൽ നിന്നും ആനുകൂല്യം പറ്റുന്ന ഒരാളാണ് തൻ്റെ ഓഫീസ് ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിപ്പിച്ച് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഭീമമായ വാടകയ്ക്ക് തടസ്സം നിൽക്കുന്നത്. വെറും തുച്ഛമായ തുകയ്ക്ക് വാടക ചീട്ട് എഴുതി ഒരു ഫ്ലോർ മുഴുവൻ MLA കൈയടക്കി വെച്ചിരിക്കുന്നുവെന്നാണ് ഒരു വ്യക്തി ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇത്. എന്തായാലും ഈ ഒരു വാക്കുകളോടുകൂടി, അതുകൂടാതെ ഈ ഒരു സാഹചര്യവും നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ R ശ്രീലേഖ പറഞ്ഞത് എന്തുമാത്രം യാഥാർത്ഥ്യത്തോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.